ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലോട്ട് 2 ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. അതിലോട്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞതും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുക. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു വലിയ ഗ്ലാസ്സാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 4 വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് ചിക്കൻ സാധാരണ വേവാൻ ഒരു 3 വിസിലൊക്കെ മതി. പക്ഷേ നമുക്ക് ഇതിൻ്റെ സ്റ്റോക്ക് കുറച്ചൊരു തിക്കാവാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ വിസിലൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പം വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിസിലൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് ഞാൻ തുറന്നു നോക്കുന്നത്. അപ്പം ഇതിൽ ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കനെ നമ്മൾ ഇതിൽ നിന്നും മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് നുറുക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള സ്റ്റോക്ക് നമ്മൾ മറ്റൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റോക്ക് വേറൊരു പാനിലോട്ട് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഞാൻ അരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചിക്കന് നന്നായിട്ട് നുറുക്കിയെടുത്തതും ഇതിലോട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരല്പം ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എത്ര എരിവ് വേണമെന്നുള്ള അതിനനുസരിച്ച് കുരുമുളകിൻ്റെ പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്നുകൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇതിലോട്ട് കോൺഫ്ലോർ ചേർക്കുന്നില്ല. കോൺഫ്ലോർ ചേർക്കുമ്പോൾ ഒന്നുകൂടി ഒരു തിക്ക് ഉണ്ടാവും, പക്ഷേ ഞാൻ കോൺഫ്ലോർ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലോർ എടുത്ത് ഒരു വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലോട്ട് ചേർക്കാം. പിന്നെ ഞാനൊരു എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഗ് വൈറ്റ് മാത്രം മതി. ഞാൻ മുഴുവനായിട്ടുള്ള ഒരു എഗ്ഗ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ സൂപ്പായിരുന്നു കേട്ടോ. നമ്മൾ സൂപ്പ് കഴിക്കുമ്പോൾ നല്ല ചൂടോടൊക്കെ കഴിക്കണം, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ എരിവിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് കൂട്ടൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഉപ്പില്ലെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി ആഡ് ചെയ്യുകയും അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. നമുക്ക് ഹോട്ടലിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഈ ഉപ്പും കുരുമുളകൊക്കെ തരുമല്ലോ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടമുള്ളതാണ് ചെയ്യുക. അപ്പോൾ ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ കാണാനൊരു ഭംഗിക്കും പിന്നെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള സൂപ്പാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് കാണാൻ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.